ഇന്നത്തെ സ്പെഷ്യൽ മറ്റൊന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, സമോസ. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടത് ഈ സമോസയിലേക്കുള്ള ഫില്ലിങ്ങുകളാണ്. അപ്പോൾ ഞാനിത് മുട്ടയും വെജിറ്റബിളും ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാനൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വളരെ ചെറിയതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, ഈ സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ വളരെ പൊടിയായി വേണം അരിഞ്ഞെടുക്കുന്നതിന്. ചോപ്പറോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താലും മതിയാകും. എന്തായാലും വളരെ ചെറിയ സൈസിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതായതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് സമോസ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ പേസ്റ്റ് ഫോമിലായതുകൊണ്ടാണ് ഞാൻ ഈ സവാള ചേർത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളതാണെങ്കിൽ ആദ്യം തന്നെ അത് ചേർത്തിട്ട് വേണം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാനായി. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ഈ ക്യാരറ്റും അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ വളരെ ചെറിയ സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ തന്നെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാബേജാണ്. അതും ഇതുപോലെ തന്നെ വളരെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ഒരു റോ ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാവുന്നത് വരെ തന്നെ ഇത് നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റെഡിയാവുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് പേസ്റ്റ് ഫോമിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ആ സമൂസ ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇതുകൂടെ തയ്യാറാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 മുട്ടയാണ്. മുട്ട കൂടെ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മുട്ട കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കി നന്നായിട്ടൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മുട്ട ഈ ഒരു രീതിയിലെത്തി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ആയാലും ഈ ഒരു സമൂസ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാം ഒന്ന് നന്നായി മിക്സായി കിട്ടിയ ശേഷം വീണ്ടും ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിൽ പച്ചമുളക് യൂസ് ചെയ്തിട്ടില്ല. എരിവും വളരെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാനായതുകൊണ്ട് തന്നെ എരിവൊക്കെ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തും തയ്യാറാക്കാം. എരി കുറച്ച് മതിയായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ അതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി. ഗരം മസാല കൂടെ ചേർക്കുമ്പോഴേക്കും ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇത് തയ്യാറാക്കുന്ന സമയത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സമോസ ഷീറ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫില്ലിങ്ങുകളെല്ലാം ഇതിൻ്റെ നടുക്കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സൈഡ്സിലെല്ലാം തന്നെ ആ മൈദമാവിൻ്റെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിത് ഈ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. സാധാരണ സമൂസയുടെ ആ ഒരു ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ എഡ്ജൊക്കെ കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല അതിലേക്ക് എണ്ണ കയറുകയും ചെയ്യും. നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ അതിനകത്തേക്ക് കയറിയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഒട്ടും തന്നെ ഓയിൽ ഉള്ളിലേക്ക് കയറില്ല.
ഇത്രയും മതിയാകും. ഈ ഒരു രീതിയിൽ എല്ലാം ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ഈസി മെത്തേഡാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് മാത്രമല്ല, ഈ സമൂസ ഷീറ്റ് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പം ഈ ഒട്ടിച്ച് കൊടുക്കുന്ന പോർഷൻ ആദ്യം ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇത് വിട്ട് വരികയുമില്ല. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തയ്യാറാക്കൽ ഉടനെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്കോ ബട്ടർ പേപ്പറിലേക്കോ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് അബ്സോർബ് ആയിക്കോളും. എല്ലാം തന്നെ ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പിയായിട്ട് ഇത് കിട്ടുകയും ചെയ്യും, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. 4 മണി സമയത്തൊക്കെ നമുക്ക് ചായയുടെ കൂടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ്. ഈ ഒരു സമൂസ ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.